ഇപ്പോൾ അടുത്തതായിട്ട് മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അജയന്റെ 2ാം വർഷമാണ്. അതിനെ കുറിച്ച് ഇപ്പോൾ എന്താണ് പറയാൻ പറ്റുന്നത്? ഇപ്പോൾ മലയാളത്തിന്റെ ഒരു തലവര മാറ്റാൻ സാധ്യതയുണ്ടോ? ഇല്ല, അജയൻ്റെ 2ാം മോഷണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനും നോക്കിക്കാണുന്ന ഒരു സിനിമയാണത്. ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ്. എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജിതിൻ ലാലാണ് അതിൻ്റെ ഡയറക്ടർ. കുഞ്ഞിരാമായണത്തിലും ഗോതയിലൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട്. അതും കൂടാതെ ടൊവിനോ ലീഡ് റോളിൽ അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട്. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ സിനിമയാണത്. അവൻ 3 റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ 3 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊവിനോ സിനിമയാണ്. ജിതിൻ കുറേ കഷ്ടപ്പെട്ടിട്ട് 7-8 വർഷമായിട്ട് ആ സിനിമയുടെ പിന്നാലെയാണ്. അത്രയും സ്കെയിലിൽ ആദ്യത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം, പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം, ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം. ഇതെല്ലാം ഒരു 8 വർഷത്തെ ജേണിയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ. എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 2 വർഷം മുമ്പ് കണ്ടാണ് ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയമെടുത്തു. അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ ഓണത്തിന് വരുന്നു, ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു, ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ VFXും അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെ ആയിട്ട് അതിനൊരു വലിപ്പമുണ്ട്. അത് തലവര മാറ്റുമെന്നുള്ള കാര്യം നമുക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ അവർ അതിൻ്റേതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് അവരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രാജുവേട്ടനാണ് കഴിഞ്ഞിടയ്ക്ക് ഇന്റർവ്യൂ ചെയ്തത് ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നുണക്കുഴി ഇറങ്ങിയതിന് ശേഷം ഫാമിലി സ്റ്റാർ എന്നുള്ള ആ ഒരു പദവി നിലനിൽക്കുകയോ അല്ലെങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കും? സിനിമ ഇറങ്ങട്ടെ, എന്താ പറയുക, ഫാമിലി സിനിമയാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കറക്റ്റ്. ഫാമിലി ഇതൊരു പ്രോപ്പർ ഫാമിലി സിനിമ തന്നെയാണ്, അതിന് സംശയമില്ല. ഇത്ര ആക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ഹ്യൂമറൊക്കെ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറൊന്നുമല്ല. തീർച്ചയായിട്ടും അതൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100%. അതിലൊരു സംശയമില്ല.